ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LBS ഈ വർഷം മുതൽ 4 പുതിയ പാരാമെഡിക്കൽ കോഴ്സുകൾ ആഡ് ആയിട്ടുണ്ട്. ഈ 4 പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റിയാണ്. ഒരുപാട് ജോലി സാധ്യതകളുള്ള, ഒരുപാട് ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന, ഫ്യൂച്ചർ നോക്കിക്കൊണ്ട് പ്രോസ്പെക്റ്റീവായ രീതിയിൽ തന്നെയാണ് LBS ഈ 4 പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 4 കോഴ്സുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഈ 4 കോഴ്സുകളിൽ ആദ്യത്തെ കോഴ്സാണ് എമർജൻസി മെഡിസിൻ ടെക്നോളജി, BSc എമർജൻസി മെഡിക്കൽ ടെക്നോളജി. ഈ എമർജൻസി മെഡിക്കൽ ടെക്നോളജിക്ക് ഇന്ത്യക്ക് പുറമെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും എല്ലാം ഒരുപാട് ജോലി സാധ്യതകളാണുള്ളത്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും എമർജിംഗ് ആയിട്ടുള്ള, ഏറ്റവും ജോലി സാധ്യതയുള്ള ഒരു കോഴ്സായിട്ടാണ് ഈ എമർജൻസി മെഡിക്കൽ ടെക്നോളജി കാണുന്നത്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ നിന്ന് തന്നെ ഗൾഫിലേക്ക് പോകുന്ന ഒട്ടനവധി മെയിൽ നേഴ്സസ് ജോലി ചെയ്യുന്നത് ഈ എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റുകൾ ജോലി ചെയ്യേണ്ട ജോലി മേഖലകളിലാണ്. അതിന്റെ പ്രധാന കാരണം അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റുകളെ കിട്ടുന്നില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റുകളെ പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോലി സാധ്യതയിൽ, ഈ ഒരു ജോലി മേഖലയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവരെ കാത്തിരിക്കുന്നത്. ഈ ഒരു 4 വർഷ പ്രോഗ്രാം ആയിട്ടാണ് കുഹാസ് ഈ ഒരു BSc എമർജൻസി മെഡിക്കൽ ടെക്നോളജി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ 3 വർഷ തിയറി പ്രോഗ്രാമും 1 വർഷം ഇന്റേൺഷിപ്പുമാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിന് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിലെ മെഡിക്കൽ മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മെഡിക്കൽ ടൂറിസം മേഖല ആയിക്കൊള്ളട്ടെ, നമ്മുടെ നാട് തന്നെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മേഖലയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ആ ഒരു ആക്സിഡന്റൽ കെയറിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ പ്രീ ഹോസ്പിറ്റൽ കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അതുകൂടാതെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ED അല്ലെങ്കിൽ ER റൂമുകളിൽ അവരുടെ കൃത്യമായിട്ടുള്ള ഒരു പേഷ്യന്റിനെ മാനേജ് ചെയ്യാനായിട്ടും, ആ പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടും, ആ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും, ആ ഒരു പേഷ്യന്റിന്റെ ലൈഫ് വിലപിടിപ്പോടെ തന്നെ കാത്തു സൂക്ഷിക്കാനായിട്ടുമുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റുകൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇൻഡസ്ട്രി ഏരിയാസിൽ, അതുകൂടാതെ തന്നെ ആംബുലൻസസിൽ, എയർപോർട്ടുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ ഒക്കെ എമർജൻസി മാനേജ്മെന്റ് ടീമുകൾ പുതിയ നമ്മുടെ ഗൈഡ് ലൈൻസ് പ്രകാരവും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ബില്ലുകളുടെ ഒക്കെ പുതിയ ബില്ലുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബില്ലിലെല്ലാം എമർജൻസി റെസ്പോൺസ് ടീമുകളെ പറ്റിയൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിലെല്ലാം വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള, വളരെ നല്ല രീതിയിൽ സാധ്യതയുള്ള ഒരു ജോലിയാണ് ഈ ഒരു എമർജൻസി മെഡിക്കൽ ടെക്നോളജി പ്രൊഫഷണലിൻ്റേത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം LBS ഈ വർഷം ആഡ് ആയിരിക്കുന്നത് ഒരുപാട് ജോലി സാധ്യത നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റീവിൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു ഇതാണ്. അതായത് വിദേശത്തേക്ക് പോയാൽ തന്നെ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു നേഴ്സിന്റെ സാലറി ആയിരിക്കും ഈ ഒരു എമർജൻസി മെഡിക്കൽ ടെക്നോളജി പാസ്സായ ഒരു ഫ്രഷർക്ക് ലഭിക്കുക. അതുകൂടാതെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 1.5 ലക്ഷം രൂപയ്ക്ക് മേലെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ എമർജൻസി മെഡിക്കൽ ടെക്നോളജി പഠിച്ച ഒരു വ്യക്തിയുടെ സാലറി ആയിട്ട് വരുന്നത്. അത് ഇൻഡസ്ട്രി മേഖലകളിലേക്കൊക്കെ പോയി കഴിയുമ്പോഴേക്കും അത് വീണ്ടും സാലറി പെർസെൻറ്റേജ് ഒരു 25 to 30% ഇൻക്രിമെന്റ് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ജോലി സാധ്യതകളുള്ള, ഒരുപാട് സാലറി ഇൻക്രിമെന്റുകൾ ലഭിക്കുന്ന ഒരു ജോലിയാണ് എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റിൻ്റെത്. രണ്ടാമത്തെ പ്രോഗ്രാമാണ് BSc റെസ്പിറേറ്ററി ടെക്നോളജി. ഈ BSc റെസ്പിറേറ്ററി ടെക്നോളജിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഈ 2020-21 കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ COVID-19, അതായത് കൊറോണ വൈറസ് വന്നു. കൊറോണ വൈറസിന് ശേഷം ഈ പ്രത്യേകിച്ച് ലങ് ഡിസീസസ് മാനേജ് ചെയ്യുന്നതിന് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ ആവശ്യം, പ്രത്യേകിച്ച് വെന്റിലേറ്റേഴ്സ്, ICU എക്യുപ്മെന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതിനും ഒരു ICU പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനുമൊക്കെ ഒരു റെസ്പിറേറ്ററി ടീമിന്റെ ആവശ്യകത ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോഴാണ്, ഈ ഒരു സാഹചര്യത്തിലാണ് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞ് ആ ഒരു വിടവ് നമ്മുടെ മെഡിക്കൽ മേഖലയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഈ ഒരു BSc റെസ്പിറേറ്ററി തെറാപ്പി എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷണൽ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് ഇവിടെ രൂപപ്പെട്ടത്. അതുകൂടാതെ തന്നെ സ്ലീപ്പ് ലാബുകൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ലീപ്പ് ലാബുകളിൽ ജോലികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലെ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, PFT ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട്, അതുകൂടാതെ തന്നെ ക്രിട്ടിക്കൽ കെയർ എക്യുപ്മെന്റ്സിന്റെ മാനേജ്മെന്റ്, അതുകൂടാതെ പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ഇപ്പോൾ ICUസിൽ തന്നെ വെന്റിലേറ്റർ മാനേജ്മെന്റിനും ഒക്കെ ഒരുപാട് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൾമണറി റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, ഇപ്പം ആസ്മ, അലർജി തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം, അതായത് ഒരുപാട് വ്യക്തികൾക്ക് ലങ് റിലേറ്റഡ് പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ കൂടാതെ
പൾമണറി റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിന് ഒരു വലിയ ജോലി സാധ്യത നമ്മുടെ നാട്ടിലുണ്ട് വരുന്ന കാലയളവിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ഒരു ജോലി നമ്മൾ ഫ്യൂച്ചർ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യത റെസ്പിറേറ്ററി ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിനുണ്ട്. ഈ ഒരു കോഴ്സ് കുഹാസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന 3 വർഷ തിയറി പ്രോഗ്രാമും അതുകൂടാതെ 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി ഒരു 20,000 എന്നുള്ള റേഞ്ചിലായിരിക്കും നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു നഴ്സിംഗ് റേഞ്ചിലായിരിക്കും വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ ജോലി സാധ്യത എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് മേഖലയിൽ സ്വന്തമായിട്ട് നമുക്ക് ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഈ ഒരു റെസ്പിറേറ്ററി തെറാപ്പി റെസ്പിറേറ്ററി ടെക്നോളജി എന്ന് പറയുന്നത്. കാരണം ഒരുപാട് വ്യക്തികളുടെ ഈ ഒരു പൾമണറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് മാനേജ് ചെയ്യാനും അതിനുവേണ്ട എക്സസൈസുകളും അതിനുവേണ്ട തെറാപ്പികളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നൊരു പ്രോഗ്രാമാണിത്. സ്വന്തമായിട്ട് പൾമണറി റീഹാബ് സെന്റേഴ്സ് ഓപ്പൺ ചെയ്യാനായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ജോലി സാധ്യത ഈ ഒരു മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമും LBS ഈ വർഷം ഇൻക്ലൂഡ് ചെയ്തത് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മൂന്നാമത്തെ പ്രോഗ്രാമാണ് BSc അനസ്തേഷ്യ ടെക്നോളജി. BSc അനസ്തേഷ്യ ടെക്നോളജി ഓൾറെഡി നമ്മുടെ നാട്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, നാട്ടിൽ ഓൾറെഡി എംപ്ലോയ്മെന്റ് മേഖലകൾ കണ്ടുപിടിച്ച OTസിലും ഒരു അനസ്തേഷ്യോളജിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആയിട്ടും ഒക്കെ ഓൾറെഡി എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം പുതിയതല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഓൾറെഡി നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽസിൽ ഇപ്പോൾ അക്രഡിറ്റേഷനൊക്കെ പ്രമാണിച്ച് ഒരുപാട് ഒരു അനസ്തേഷ്യോളജിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളുടെ റോൾസ് ഡിഫൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം എന്നിരുന്നാൽ തന്നെയും ഈ ജോബ് റോൾസ് ഒക്കെ ഒരുപാട് സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു അനസ്തേഷ്യ ടെക്നോളജിസ്റ്റിന്റെ ജോലികൾ വരുന്നതും പ്രധാനമായിട്ടും ഹോസ്പിറ്റൽസ് ബേസ് ചെയ്തിട്ടാണ്. അപ്പം മേജർ സർജറീസ് അസിസ്റ്റ് ചെയ്യാനായിട്ട്, കാർഡിയാക് സർജറീസ് ആയിക്കോട്ടെ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് ആയിക്കോട്ടെ, എമർജൻസി പ്രൊസീജിയേഴ്സ് ആയിക്കൊള്ളട്ടെ, അതെല്ലാം ഒരു പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യാനായിട്ടും പ്രിപ്പയർ ചെയ്യാനായിട്ടും അവരുടെ എയർവേ മാനേജ് ചെയ്യാനായിട്ടും പ്രോപ്പറായിട്ട് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയാണ് ഒരു അനസ്തേഷ്യ കൊടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടറിന്റെ നിർദ്ദേശത്തോടു കൂടി ചെയ്യുന്നതിനുമൊക്കെ ഒരുപാട് റോൾസ് ഉള്ള ഒരു പ്രൊഫഷനാണ് BSc അനസ്തേഷ്യ ടെക്നോളജി. പക്ഷേ ഇതിൽ ഞങ്ങൾ കാണുന്ന ഒരു 1-2 ഡിമെറിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറേയേറെ സാച്ചുറേറ്റഡ് ആണ്. ഓൾറെഡി കുറെ കുട്ടികളുണ്ട്, അവരുടെയൊക്കെ ജോബ് റോൾസ് ലിമിറ്റഡ് പേഷ്യന്റ് ഇന്ററാക്ഷൻ മാത്രമേ ഉള്ളൂ. പേഷ്യൻസുമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പം അങ്ങനത്തെ കുറേ ലിമിറ്റേഷൻസ് ഈ ഒരു പ്രോഗ്രാമിനുണ്ട്. അപ്പം അത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഒരു കോഴ്സ് നല്ലൊരു പ്രോഗ്രാമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ കുഹാസ് മറ്റ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു 3 വർഷ തിയറി പ്രോഗ്രാം അതുകൂടാതെ 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഈ ഒരു കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലാണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി കാണുന്നുണ്ട്. നമ്മൾ അടുത്തതായിട്ട് കാണാനായിട്ട് പോകുന്നത് 4ാമത്തെ നമ്മുടെ പ്രോഗ്രാം ആയിട്ടുള്ള BSc മെഡിക്കൽ മൈക്രോബയോളജിയാണ്. BSc മെഡിക്കൽ മൈക്രോബയോളജി നമ്മുടെ നാട്ടിലെ പുതിയ പ്രോഗ്രാം ഒന്നുമല്ല, വർഷങ്ങളായിട്ട് തന്നെ നിലവിലുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ BSc മെഡിക്കൽ മൈക്രോബയോളജി അതിന്റെ ജോലി സാധ്യതകൾ കാരണം ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്, അതായത് ആന്റിബയോട്ടിക്സ് റാഷണൽ ആയിട്ട് കഴിച്ച ഒരുപാട് വ്യക്തികളിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള കൾച്ചറിന് ശേഷമേ ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡയറക്റ്റീവ്സ് നമ്മുടെ നാട്ടിൽ വളരെ കാര്യമായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആന്റിമൈക്രോബിയൽ സ്റ്റുവർഡ്ഷിപ്പുകൾ കാര്യമായിട്ട് ഇംപ്ലിമെന്റ് ആകണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വ്യക്തിക്ക് ചേർന്ന് ആ ഒരു വ്യക്തിയുടെ രോഗത്തിനനുസരിച്ചുള്ള ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൾച്ചർസ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിന് പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തികൾ ആവശ്യമാണ്. പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ഈ എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് വ്യക്തികൾ ആവശ്യമാണ്. അവിടെയാണ് ഒരു മെഡിക്കൽ മൈക്രോബയോളജിസ്റ്റിന് എമർജിംഗ് ആയിട്ടുള്ള ഒരു ജോലി സാധ്യത നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ എല്ലാ ഹോസ്പിറ്റൽസിലും തന്നെ ഈ ഒരു മെഡിക്കൽ മൈക്രോബയോളജി എല്ലാ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസിലും അക്രഡിറ്റേഷനോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റുവർഡ്ഷിപ്പ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ നാട്ടിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇതിനെ സംബന്ധിക്കുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് നടത്തണമെന്നുള്ള ഗവൺമെന്റ് ഡയറക്റ്റീവ്സ് ഉണ്ട്. അതെല്ലാം പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ മൈക്രോബയോളജി പ്രൊഫഷണൽ, അത് MD മൈക്രോബയോളജി കഴിഞ്ഞ ഡോക്ടേഴ്സ് ആയിരിക്കും ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് റണ്ണ് ചെയ്യിക്കാനായിട്ട് നമുക്ക് BSc MSc മെഡിക്കൽ മൈക്രോബയോളജി പഠിച്ച പ്രൊഫഷണൽസിന്റെ ആവശ്യകത ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ റിസർച്ച് മേഖലയിലും ഡയഗ്നോസ്റ്റിക് ലബോറട്ടറീസിലും അതുകൂടാതെ തന്നെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറീസിലും ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്സിലും എല്ലാം ഈ മെഡിക്കൽ മൈക്രോബയോളജി പഠിച്ചവർക്ക് ജോലി സാധ്യത ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇനീഷ്യലി റീസെന്റ് ഗ്രാഡ്സിന് തുടക്ക സമയത്ത് ജോലി കിട്ടാനായിട്ട് സ്വല്പം പാടായിരിക്കും. പക്ഷെ വൺസ് ദേ ആർ ട്രെയിൻഡ് ഇൻ ടു ദിസ്, അവർ ഈ ഒരു എക്സ്പോഷർ കിട്ടി ട്രെയിൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ
ഒരു അവസരങ്ങളുടെ വാതിൽ അവരുടെ മുന്നിലുണ്ട്. ഈ കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലാണ് റൺ ചെയ്യുന്നത്, ഇത് LBS ത്രൂ എത്ര സീറ്റുകളുണ്ട്, പ്രൈവറ്റ് മേഖലയിൽ എത്ര സീറ്റുകളാണ് നൽകിയിരിക്കുന്നത് കൂടെ നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് എമർജൻസി മെഡിക്കൽ ടെക്നോളജിയിലേക്ക് പോകാം. എമർജൻസി മെഡിക്കൽ ടെക്നോളജി നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിലെ 2 കോളേജുകളിലാണ് LBSന്റെ ആ ഒരു ഡയറക്ഷൻ, ആ ഒരു പ്രോസ്പെക്റ്റീവ് പ്രകാരം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അതൊന്ന് KMCT കോളേജ് ഓഫ് അലൈഡ് സയൻസസ് മുക്കം, അതായത് മുക്കത്തുള്ള KMCT ആണ്. അവിടെ 12 സീറ്റാണ് മൊത്തം ഉള്ളത്. 6 സീറ്റ് LBS ത്രൂവും 6 സീറ്റ് മാനേജ്മെന്റ് ത്രൂ ആണ് ഫില്ലാകുന്നത്. അടുത്ത പ്രോഗ്രാം വരുന്നത്, അടുത്തൊരു കോഴ്സ് ഈ ഒരു സെയിം കോഴ്സ് നടത്തുന്ന മലബാർ മെഡിക്കൽ കോളേജിലാണ്, കോഴിക്കോടുള്ള മലബാർ മെഡിക്കൽ കോളേജിൽ 15 സീറ്റാണുള്ളത്. 8 സീറ്റ് LBS ത്രൂ, 7 സീറ്റ് അവരുടെ മാനേജ്മെന്റ് തലത്തിലുമാണ് ഫില്ലാകുന്നത്. അപ്പോൾ നമ്മൾ LBS ത്രൂ ഉള്ള ആപ്ലിക്കേഷൻസിൽ ഈ ഒരു സീറ്റ്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, 8 സീറ്റുകൾ. അപ്പോൾ LBS ത്രൂ അപ്ലൈ ചെയ്താൽ ഈ 8 സീറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നതാണ്. കൂടാതെ അടുത്ത റെസ്പിറേറ്ററി ടെക്നോളജിയാണ്. റെസ്പിറേറ്ററി ടെക്നോളജി നമ്മുടെ കേരളത്തിൽ ഒരൊറ്റ കോളേജിൽ മാത്രമാണ് LBS മുഖാന്തരം നടത്തുന്നത്, അതായത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ 4 സീറ്റാണുള്ളത്. ഈ 4 സീറ്റും LBS ത്രൂ ആണ് ഫില്ലാകുന്നത്. ഒരുപാട് ജോലി സാധ്യത ഉള്ളതും ഉണ്ട്, അതുകൂടാതെ തന്നെ വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മൾ ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 4 സീറ്റും LBS ത്രൂ ആണ് BSc റെസ്പിറേറ്ററി ടെക്നോളജിക്ക് വേണ്ടിയുള്ള സീറ്റ്സ് എല്ലാം ഫില്ലാകുന്നത്. അടുത്ത നമ്മുടെ പ്രോഗ്രാമായ BSc അനസ്തേഷ്യ ടെക്നോളജി കണ്ടക്ട് ചെയ്യപ്പെടുന്ന 3 കോളേജസിലാണ്. ഒന്ന് മലബാർ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട്, അവിടെ 6 സീറ്റാണുള്ളത്. 3 സീറ്റ് LBS ത്രൂ, 3 സീറ്റ് മാനേജ്മെന്റ് തലത്തിലുമാണ് ഫില്ലാകുന്നത്. അതുകൂടാതെ മിംസ് കോളേജ് ഓഫ് അലൈഡ് സയൻസസ് പുതുക്കോട് മലപ്പുറത്ത് 6 സീറ്റുണ്ട്. ആ 6 സീറ്റിൽ 3 സീറ്റ് LBS, 3 സീറ്റ് മാനേജ്മെന്റ് എന്നുള്ള തലത്തിലാണ് നൽകുന്നത്. ഇനി അതുകൂടാതെ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീ ഉത്രാടം തിരുനാൾ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് വട്ടപ്പാറയിൽ 5 സീറ്റുണ്ട്. 2 സീറ്റ് LBS ത്രൂ, 3 സീറ്റ് മാനേജ്മെന്റ് തലത്തിലുമാണ് ഈ ഒരു BSc അനസ്തേഷ്യ ടെക്നോളജിക്ക് വേണ്ട സീറ്റുകൾ ഫില്ലാകുന്നത്. ഈ 4 കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത് BSc മെഡിക്കൽ മൈക്രോബയോളജിക്കാണ്. BSc മെഡിക്കൽ മൈക്രോബയോളജിക്കുള്ള സീറ്റുകളിൽ 57 സീറ്റുകളാണ് LBS ത്രൂ ഫില്ലാകുന്നത്. അതുകൂടാതെ മറ്റൊരു 56 സീറ്റുകൾ പ്രൈവറ്റ് മേഖലയിൽ ഫില്ലാകുന്നുണ്ട്. മൊത്തം ഈ ഒരു പ്രോഗ്രാം 4 കോളേജുകളിലാണുള്ളത്. AKG കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് മാവിലായി കണ്ണൂരിൽ 12 സീറ്റ് LBS ത്രൂവും 12 സീറ്റ് മാനേജ്മെന്റ് തലത്തിലും ഫില്ലാകുന്നുണ്ട്. അതുകൂടാതെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ SMEയുടെ അണ്ടറിൽ ഗാന്ധിനഗർ ക്യാമ്പസിൽ 23 സീറ്റ് മെഡിക്കൽ മൈക്രോബയോളജി, BSc മെഡിക്കൽ മൈക്രോബയോളജിക്ക് വേണ്ടിയുണ്ട്. 23 സീറ്റ് LBS ത്രൂവും 22 സീറ്റ് മാനേജ്മെന്റ് തലത്തിൽ CPAS മുഖേനയുമാണ് ഫില്ലാകുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ വന്നു കഴിയുമ്പോഴേക്കും കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ്, അതായത് തലശ്ശേരിയിലുള്ള, കണ്ണൂർ തലശ്ശേരിയിലുള്ള കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസിൽ ടോട്ടൽ 24 സീറ്റുണ്ട്. 12 സീറ്റ് LBS മുഖേനയും 12 സീറ്റ് മാനേജ്മെന്റ് തലത്തിലുമാണ് ഫില്ലാകുന്നത്. ഇനി മലബാർ മെഡിക്കൽ കോളേജിന്റെ അണ്ടറിലും ഈ ബാച്ചലർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി ഉണ്ട്. അവിടെ 20 സീറ്റാണ് മൊത്തമുള്ളത്. അതിൽ 10 സീറ്റ് LBS ത്രൂ, 10 സീറ്റ് മാനേജ്മെന്റ് തലത്തിലുമാണ് ഫില്ലാകുന്നത്. കൂട്ടുകാർ, ഒരുപാട് ഭാവിയിൽ ജോലി സാധ്യത വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തും ഒരുപാട് സാധ്യതകളുള്ള 4 പ്രോഗ്രാംസ് ആണ് LBSൽ ഈ വർഷം പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ 4 കോഴ്സുകളെ പറ്റി നമ്മൾ കണ്ടു. ഈ കോഴ്സുകളുടെ ജോലി സാധ്യതകളെ പറ്റി നമ്മൾ കണ്ടു. ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നതിനെ പറ്റി നമ്മൾ കണ്ടു. ഈ കോഴ്സുകൾ നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ LBSന്റെ പ്രോസ്പെക്ടസിൽ അത് ഇൻക്ലൂഡഡ് ആണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ റൈസ്റ്റോറിന് മെസ്സേജ് അയച്ചാൽ ഈ പ്രോസ്പെക്ടസ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ ഈ ഒരു അഡ്മിഷൻ അലോട്ട്മെന്റ് ജേർണിയിൽ ഉടനീളം നിങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ട്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളുമായി ഞങ്ങളുണ്ടാവും. ഞങ്ങളുടെ വീഡിയോ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.